കേരളത്തിൽ മൺസൂൺ മഴ തൊട്ടരികിലെത്തിയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 2 ദിവസങ്ങൾക്കുള്ളിൽ കാലവർഷം പ്രതീക്ഷിക്കാമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. ശരാശരിയേക്കാൾ അധികം മഴ ഇത്തവണ കേരളത്തിൽ ലഭിക്കുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. കടുത്ത വേനലായിരുന്നു. ഇടയ്ക്ക് ആശ്വാസമായി വേനൽ മഴയെത്തി. ഇനി പെരുമഴക്കാലം. 2-3 ദിവസത്തിനുള്ളിൽ കാലവർഷം എത്തുമെന്ന പ്രവചനമുണ്ട്. ജൂൺ 1 കാലവർഷം എത്തുമെന്ന പതിവ് ഇത്തവണയും തെറ്റുന്നു. തെക്കൻ അറബിക്കടൽ, മാലിദ്വീപ്, കന്യാകുമാരി മേഖല, ആൻഡമാൻ കടൽ, ആൻഡമാൻ ദ്വീപ്, തെക്കൻ ബംഗാൾ ഉൾക്കടൽ എന്നിവയുടെ ശേഷിക്കുന്ന ഭാഗങ്ങളിൽ കാലവർഷം വ്യാപിച്ചു കഴിഞ്ഞു. ഇനി കുറഞ്ഞ ദിവസം കൊണ്ട് കേരളത്തിൽ കാലവർഷം എത്തും. നമ്മൾ 27-ാം തീയതി എത്താനുള്ള സാധ്യത 4 ദിവസം മുൻപോ 4 ദിവസം ശേഷമോ എന്നുള്ള രീതിയിലാണ് പ്രവചിച്ചിരുന്നത്. അപ്പോൾ അത് 24 അല്ലെങ്കിൽ 25-ന് വരാനുള്ള എല്ലാ സാഹചര്യങ്ങളുമുണ്ട്. നമ്മുടെ ഇന്ത്യ മഹാസമുദ്രത്തിൻ്റെ തെക്ക് ഭാഗത്തുള്ളതും അങ്ങനെയൊക്കെയുള്ള പല പാരാമീറ്റേഴ്സ് ഒന്നിച്ച് ഒരേപോലെ ആക്ട് ചെയ്യുമ്പോഴാണ് ചില സമയത്ത് ഇതിൻ്റെ ശക്തി കൂടിയോ അല്ലെങ്കിൽ വേഗം കൂടിയോ അല്ലെങ്കിൽ നേരത്തെയോ ഒക്കെ ആവുന്നത്. അപ്പോൾ ഈ പ്രാവശ്യം അത് എല്ലാ ഘടകങ്ങളും അനുകൂലമാണ്. കാലവർഷ പ്രവാഹത്തിൻ്റെ ശക്തിയും വളരെ കൂടുതലാണ്. അതുകൊണ്ട് നമുക്ക് ഈ മൺസൂൺ ഓൺസെറ്റ് ഫേസ് എന്ന് പറയുന്നത്, അതായത് കാലവർഷത്തിൻ്റെ തുടക്കം വളരെ വിഗ്രസ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ അതിശക്തമായിട്ടുള്ളൊരു ഓൺസെറ്റാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇത്തവണ നേരത്തെ കാലവർഷം എത്തുമെന്നുള്ളത് കൊണ്ട് കൂടുതൽ മഴ പ്രതീക്ഷിക്കേണ്ടതുണ്ടോ? നോക്കാം. കാലവർഷം നേരത്തെ എത്തുന്നതുമായിട്ട് അങ്ങനെ നേരിട്ട് ബന്ധമൊന്നുമില്ല. പക്ഷേ ചില വർഷങ്ങളിലെങ്കിലും നേരത്തെ എത്തിയിട്ടുള്ള വർഷങ്ങളിലൊക്കെ കാലവർഷം കുറച്ച് സാധാരണയിലും ശരാശരിയിലും കൂടുതൽ മഴ കിട്ടിയിട്ടുള്ള വർഷങ്ങളായിട്ടാണ് കണക്കുകൾ കാണിക്കുന്നത്. ജൂൺ 1 മുതൽ സെപ്റ്റംബർ 30 വരെയുള്ളതാണ് നമ്മൾ കാലവർഷത്തിലെ മഴയായിട്ട് കണക്കാക്കുന്നത്. ശരാശരിയിൽ കൂടുതൽ മഴ കേരളത്തിന് കിട്ടും എന്നുള്ളതാണ് നമ്മുടെ ലോങ് റേഞ്ച് ഫോർകാസ്റ്റ് പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ വർഷം കേരളത്തിൽ ലഭിച്ച മൺസൂൺ മഴയുടെ അളവ് ശരാശരിയിലും കുറവായിരുന്നു. പതിവ് പോലെ മഴ കൂടുതൽ ലഭിച്ചത് വടക്കൻ ജില്ലകളിൽ. മഴ കൂടുതൽ പ്രതീക്ഷിച്ചിരുന്ന ഇടുക്കിയിലടക്കം ലഭിച്ചത് ശരാശരിയിലും കുറവ് മഴ. പൊതുവെ തെക്കൻ ജില്ലകളിൽ കാലവർഷക്കാലത്ത് മഴ കുറവായിരിക്കുമെന്നും കണക്കുകൾ പറയുന്നു. എന്നാൽ ഇത്തവണ ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലയളവിൽ കൂടുതൽ മഴയാണ് കേരളത്തിൽ പ്രതീക്ഷിക്കുന്നത്. ബംഗാൾ ഉൾക്കടലിലും അറബിക്കടലിലും രൂപപ്പെടുന്ന ന്യൂനമർദ്ദവും അതിന്റെ സഞ്ചാരവും കാലവർഷത്തെ കാര്യമായി സ്വാധീനിക്കുന്നുമുണ്ട്. കാലവർഷത്തിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ പ്രതീക്ഷിക്കുന്നത് അതിശക്തമായ മഴയാണ്. പേമാരിപ്പെയ്ത്തിനൊപ്പം വേണം അതീവ ജാഗ്രതയും. മേഘ്ന മുരളി, 24 തിരുവനന്തപുരം.